എത്ര രൂപ മാറ്റി വയ്ക്കണം? അപ്പം എനിക്ക് തോന്നുന്നത് പൈസ സൂക്ഷിച്ചു വെക്കുന്നത് മിക്കവാറും ഒരു സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും. അപ്പം സേവിങ്സ് അക്കൗണ്ടിൽ അത്രയും പൈസ ഉണ്ടാവും. ബാക്കി പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എന്തായാലും. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗോൾഡ് നല്ല റാലി കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഗോൾഡിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ചെറിയ ചെറിയ 5 സെന്റ് 10 സെന്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാനുള്ള താല്പര്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പൈസ ആ വഴി ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടാകും. ഇൻവെസ്റ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെറിയ യാത്രകൾ പോകണം. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ചെറിയ ചെറിയ യാത്രകൾ പോകണം. അതൊക്കെയാണ് മനസ്സിലുള്ളത്. അതിനും ഫോറിൻ ട്രിപ്പുകൾ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യ കണ്ട് തീർന്നു കഴിഞ്ഞാൽ തന്നെ ലോകം കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യ തന്നെ കണ്ട് തീരുമെന്ന് അറിയില്ല. അപ്പം ചെറിയ ചെറിയ അടുത്തുള്ള സ്റ്റേറ്റുകളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പരമാവധി ആൾക്കാർ അധികം പോകാത്ത സ്ഥലങ്ങളുടെ സമാധാനം കണ്ടെത്തി പോവുക. അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക ആണ് ഉദ്ദേശം. ജോലിയുടെ കാര്യം എന്താണ് സ്ഥിതി? ജോലി തുടരുമോ? ജോലി അത് ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എല്ലാവരും പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നത്. ഇഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നവരുണ്ടെന്ന് വെച്ചാൽ ചിലപ്പം 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജോലി നമുക്ക് വളരെ ഭയങ്കരമായേക്കാം. പക്ഷെ നമുക്കൊരു വെൽത്താണ് ശരിക്കും നമ്മൾ ഈ ജോലിക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം. കാരണം അടുത്ത മാസത്തെ പേ ചെക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ബ്ലോക്കേഴ്സ് ഉണ്ടാകുന്നത് കൊണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും ഒരു സർപ്ലസ് എമൗണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പൈസ വർദ്ധിപ്പിക്കാൻ നോക്കുന്നതോട് കൂടി തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലി ക്വിറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ചെയ്യാൻ കാരണം മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 9 മണി തൊട്ട് 5 മണി വരെ ഓഫീസ് ടൈം എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വീട്ടിൽ വരാൻ പറ്റാറുള്ളൂ. അപ്പം ഒരു 10+ hours ഒരു 12 hours ഒക്കെ എന്റെ സമയം ഞാൻ വേറെ കൊടുക്കും. എനിക്ക് കിട്ടുന്നില്ല ആ സമയം. 24 മണിക്കൂറിന്റെ അപ്പം തന്നെ 10 മണിക്കൂർ പോയി കഴിയുമ്പോൾ എനിക്ക് 1 മണിക്കൂർ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എനിക്കുള്ള 4 മണിക്കൂറുള്ളൂ. എന്റെ മെയിൻ്റനൻസിന് എനിക്ക് 2 മണിക്കൂർ വേണം. ബാക്കി എനിക്ക് കിട്ടുന്നത് എന്റെ 2 മണിക്കൂർ എന്ന് പറയാനുള്ളൂ. അപ്പം ഈ 2 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂറാക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം ഉറപ്പായിട്ടും ജോലി കിട്ടുകയും എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ചിലപ്പം ഒരു പക്ഷേ ഞാൻ ചെയ്യുന്ന ഡൊമൈനിൽ എനിക്ക് മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു എക്സ്പീരിയൻസ് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഒരു പക്ഷെ സാധിക്കുമെന്ന് എനിക്ക് ഫ്യൂച്ചറിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ജോലി കിട്ടി ചെയ്യുകയില്ല. കാരണം നമുക്കൊരു കാര്യം നമ്മൾ മാസ്റ്റർ ആവുന്നത് വരെ നമുക്ക് പഠിക്കാൻ പോകണല്ലോ. അപ്പൊ ഈ ജോലിനെ എനിക്ക് വേണമെങ്കിൽ ഒരു സ്കൂളിംഗ് ആയിട്ട് കാണാം. വേണമെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക് ഇവിടെ തന്നെ തുടർന്നിട്ട് ഇതിലൊരു മാസ്റ്റർ ആയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു എന്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പം വേണമെങ്കിൽ എനിക്ക് ഈ ക്യാഷ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം ജോലിയുടെ കാര്യത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യെസ് ഓർന്നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ട്. കൂടുതൽ ഉപദേശം തേടേണ്ടി വന്നേക്കാം. മിക്കവാറും തുടരാനാണ് ചാൻസ്. കാരണം ഇതിൽ എന്റർപ്രണർഷിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇഷ്ടമുള്ള കാര്യം. ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം. ഇത് 2 റിസ്ക് ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഈ റിസ്ക് ഷെയർ ചെയ്ത് ചെയ്യാന്നുള്ളത്. എന്തെങ്കിലും ഒരു ഡൗൺ ആയാലും ബാക്കി കൂടുതൽ പോകുന്ന രീതി. ഇതൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സ്വപ്നലോകത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോ വാഹനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പരിപാടിയുണ്ടോ? വാഹനങ്ങൾ നിലവില് ഒരു ക്രോസ് ഓവറാണ് നമ്മുടെ അടുത്തുള്ളത്. പിന്നെ ഒരു ബുള്ളറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം വാഹനങ്ങളിലേക്ക് ഇനി അധികം പോകാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരു ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അപ്ഗ്രഡേഷൻ ഉണ്ടായേക്കാം. നിലവിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിലവിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ കാണേണ്ടി വരുമോ? ഈ പറഞ്ഞ ഇത്ര കാശുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് കാണാൻ പോകുന്നുണ്ടെങ്കിലോ ഒരു ജാക്കറ്റ് കിട്ടി നടക്കേണ്ട ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി അപ്ഗ്രഡേഷൻ വന്നേക്കാം. ഇത്രയൊക്കെയാണ് ഈ ഡ്രീം വേൾഡിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. സാധ്യതയാണല്ലോ ഈ ലോട്ടറി അടിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കാം, മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ടോ? ലോട്ടറി ടിക്കറ്റ് ഞാൻ എടുത്തത് മേ ബി 5 എണ്ണത്തിൽ കുറവുണ്ടാവുള്ളൂ. ഞാനായിട്ട് എല്ലാവരും പുഷ് ചെയ്യാതെ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറെ ലോട്ടറി എടുക്കലും മുടക്കിയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലോട്ടറി കിട്ടിയ ലോട്ടറിന്റെ പിന്നെ വിന്നാണോ എന്ന് അറിയുന്ന ആ ഒരു നിമിഷം ഭയങ്കര എക്സ്റ്റസി കിട്ടുന്ന ഒരു നിമിഷമാണ്. ലോട്ടറി അടിച്ചിട്ടുണ്ടോ എന്ന് പത്രത്തിലാണെങ്കിലും ഫോണിലാണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതൊരു രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ലോട്ടറി എടുക്കുന്ന വലിയൊരു ഹാബിറ്റാണെന്ന് തോന്നുന്നു. ആൾക്കാർക്ക് ആഴ്ചയിൽ ലോട്ടറി എടുക്കുന്നവര്, പിന്നെ ദിവസം ലോട്ടറി എടുക്കുന്നവര്, ദിവസം ഒരു ലോട്ടറി എടുക്കുന്നവര്, ദിവസം മൾട്ടിപ്പിൾ ലോട്ടറി എടുക്കുന്നവര്, കെട്ടെടുക്കുന്നവര്. അപ്പൊ എനിക്ക് ഇത് വലിയൊരു സ്മോക്കിംഗ് ഒക്കെ പോലെ വലിയൊരു ഹാബിറ്റ് ലൂപ്പ് ഉള്ള സംഭവമാണോ ഈ
ലോട്ടറി ടിക്കറ്റ് പരിപാടി എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അവർക്ക് ലോട്ടറി എടുക്കുന്ന വലിയൊരു ഹാബിറ്റ്, ഭയങ്കര ഒരു ഹരം കിട്ടുന്ന സംഭവം അവർക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങിയാൽ ചിലപ്പം റിവേഴ്സ് വരാൻ പ്രയാസമായിരിക്കും എനിക്ക് തോന്നുന്നു. അറിയില്ല, തോന്നുന്നതാണ്. ഈ കേരള ലോട്ടറി എന്നല്ല ഞാൻ പറയുക, ഫോറിൻ ലോട്ടറി ഉണ്ടല്ലോ. നമ്മളിപ്പോ വിദേശത്ത് ലുലുവിലൊക്കെ തരുന്ന ലോട്ടറി പറയും വലിയ എമൗണ്ട്, കോടിയുടെ, അത് എത്ര ഇതൊന്നുമല്ല. അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലോട്ടറി അത് ജെറിക്ക് കിട്ടട്ടെ. ഞാൻ ഇവിടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ജീവിതം നയിക്കാൻ ജെറിക്ക് സാധിക്കട്ടെ. പിന്നെ സാമ്പത്തികമായിട്ട് ഒരു വലിയ ഒരു തണൽമരമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ആൽമരമായിട്ട് ഒരുപാട് പേർക്ക് തണൽ കൊടുക്കുന്ന തീർച്ചയായിട്ടും ഒരു അങ്ങനെയുള്ള ഒരു റോളിലേക്ക് ജെറിക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒഫീഷ്യൽ ചാനലിൽ ഇത്രയും സമയം അനുവദിച്ചതിൽ ഒരുപാട് നന്ദി. ഓക്കെ.